സാഹിബ് ഇവിടെ സംസാരിച്ച അതിഥികൾ, സദസ്സിലെ സഹോദരി സഹോദരങ്ങൾ, വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ടവർ, വളരെ കാലികമായ ഒരു പ്രമേയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച, ആ മേഖലയിൽ അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ സമൂഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന വളരെ അരക്ഷിതമായ ഒരവസ്ഥയെക്കുറിച്ച് സമൂഹത്തിന് മൊത്തത്തിൽ ആശങ്കയുണ്ട്. അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് മതരംഗത്തും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെയുള്ള എല്ലാവരും കൂട്ടായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റമദാനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ സംഘടനകൾ നടത്തിയ ഇഫ്താർ മീറ്റുകളിൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും പ്രാദേശികമായും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉയർന്നു വരുന്ന പ്രധാന ചർച്ച നമ്മളിപ്പോൾ കേട്ട വിഷയമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം ആശങ്കയുടെ മുൾമുനയിലാണ് നമ്മുടെ സമൂഹമുള്ളത്. നമ്മുടെ യുവാക്കളെയോ വിദ്യാർത്ഥികളെയോ വളർന്നു വരുന്ന തലമുറയെയോ അതിൻ്റെ പേരിൽ പഴി പറഞ്ഞതുകൊണ്ടോ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ പരിഹാരമില്ല. കാരണം നമ്മളുണ്ടാക്കി വെച്ച ഒരു സിസ്റ്റത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് യുവതലമുറ എന്ന് പറഞ്ഞാൽ. ഈ സിസ്റ്റം അവരുണ്ടാക്കിയതല്ല, സിസ്റ്റം ഉണ്ടാക്കിയത് നമ്മളാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇതിൻ്റെ കാരണക്കാർ മുതിർന്നവരായ നമ്മളാണ്. അതുകൊണ്ട് എല്ലാ മേഖലയിലുമുള്ള ഒരു തിരുത്തൽ അനിവാര്യമാണ്. നമ്മളുള്ളത് വിശുദ്ധ റമദാനിലാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതുമായി ചേർത്ത് സംസാരിക്കുന്നതോടുകൂടി നമ്മുടെ ഈ വിഷയം പൂർത്തിയാകും. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് പവിത്രമായ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് റമദാൻ പുണ്യമാസമായത് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം അതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് കൊണ്ടാണ് റമദാനായി മാറിയത്. അല്ലെങ്കിൽ സാധാരണ മാസമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം ആരംഭിക്കുന്നത് ഖുർആനിൻ്റെ അവതരണത്തോടു കൂടിയാണ്. അപ്പം നബിയായ മാസമാണെന്നും പറയാം. മാത്രവുമല്ല, എല്ലാ നന്മകളുടെയും പരമോന്നതി പ്രാപിക്കുന്ന, നേർക്കുനേരെ പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സദഖയുടെയും ഖുർആൻ പാരായണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാസമാണ്. ഖിയാമിനെക്കുറിച്ചും സിയാമിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. ദിക്റുകളുടെയും ക്ഷമയുടെയും ആത്മവിശുദ്ധിയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഏറ്റവും കൂടുതൽ റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുന്ന മാസം. അത് സഹജീവി സ്നേഹമാണ്. പട്ടിണി കിടക്കുന്ന ആരും ഉണ്ടാകരുത്. ഒരു മനുഷ്യരുടെയും ഒരു കുടുംബത്തിൻ്റെയും കണ്ണ് നിറയാൻ പാടില്ല. മാത്രവുമല്ല, സംസാരത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അങ്ങേയറ്റത്തെ നിയന്ത്രണം, അനുവദനീയമായ കാര്യങ്ങൾ പോലും ഒഴിവാക്കുകയാണ്. എല്ലാം സാധ്യമാണെന്ന് തെളിയിക്കുകയാണ്. ഭക്ഷണം നമ്മുടെ അടുത്തുണ്ട്, പാനീയം നമ്മുടെ അടുത്തുണ്ട്, അനുവദനീയമായ കാര്യങ്ങൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു നിയന്ത്രണം. സൗമ് എന്ന് പറഞ്ഞാൽ തന്നെ പിടിച്ചുവെക്കൽ എന്നാണ് എൻ്റെ അർത്ഥം. കൺട്രോളാണ്. ഇപ്പോൾ
കൈമൾ സാർ പറഞ്ഞതുപോലെ ഈ ദുശ്ശീലങ്ങളുടെ അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പുകവലിക്കുന്ന ആളുകൾ, മുറുക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾ, ഇങ്ങനെ സാധാരണ ദുശ്ശീലങ്ങളുള്ള ആളുകൾ. നോക്കൂ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു പൂർണ്ണ വിരാമം, ഫുൾ സ്റ്റോപ്പാണ്. ഫുൾ സ്റ്റോപ്പ് എന്നുള്ള വാക്കിൻ്റെ മലയാളം അതാണ്, പൂർണ്ണ വിരാമം. എന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ തെളിയിക്കുക ഇതെല്ലാം സാധ്യമാണ്. പലപ്പോഴും ഹാബിറ്റുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, അതിന് മുക്തമാകാൻ കഴിയുന്നില്ല, നിർത്താൻ കഴിയുന്നില്ല, ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല, സമയമാകുമ്പോഴേക്ക് ശരീരം പിന്നെയും ആവശ്യപ്പെടുകയാണ്. ഒക്കെ സാധ്യമാണ്, ഒക്കെ സാധ്യമാണെന്ന് നമ്മളെ കൊണ്ട് പടച്ചവൻ തെളിയിക്കുന്ന മാസമാണ് റമദാൻ. ഇമ്പോസിബിൾ എന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ഇമ്പോസിബിൾ. ആ ഐൻ്റെ മുകളിലൊരു കോമിട്ട് കഴിഞ്ഞാൽ ഐ ആം പോസിബിൾ എന്നാണ് വായിക്കുക. ദാറ്റ് മീൻസ് എല്ലാം സാധ്യമാണ്. ഒരു കോമയുടെ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തീരുമാനമാണ് പ്രധാനം എന്നുള്ളത്. ഇവരുടെ ഡോക്ടർ സംസാരിച്ച വിഷയവും അതേപോലെ തന്നെ മദ്യ നിരോധന സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ സംസാരവുമൊക്കെ യഥാർത്ഥം നമ്മുടെ യുവാക്കളെ വിളിച്ചുകൂട്ടി അവരോട് മാത്രമായി പ്രത്യേകമായി സംസാരിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളാണ് ഇവിടെ പലപ്പോഴും കൂടുതലുള്ളത്. എല്ലാം സാധ്യമാകുന്നു എന്ന് നമ്മളെ കൊണ്ട് തന്നെ തെളിയിക്കുന്ന ഒരു മാസമാകുന്നു. അതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ഭൗതികമായി അങ്ങനെ ഒരുപാട് തലങ്ങളിൽ, ആരോഗ്യരംഗത്ത്, മനഃശാസ്ത്രപരമായ മേഖലയിൽ, സ്വഭാവ വിശുദ്ധിയിൽ, അതേപോലെ തന്നെ പെരുമാറ്റ രീതികളിൽ എല്ലാം ഒരു വിശുദ്ധിയുടെ വിധാനത്തിലേക്ക് ഉയരുകയാണ്. മറ്റൊന്ന്, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട്, നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, സ്വർഗീയ കവാടങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് റയ്യാൻ എന്ന് പറയുന്ന കവാടത്തെക്കുറിച്ച് പറഞ്ഞു. നോമ്പുകാർക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ്. സ്വർഗത്തിലെ ഒരു കവാടം തുറക്കുവാൻ മാത്രം പ്രാപ്തി നോമ്പിനുണ്ട്. നമ്മുടെ നോമ്പ് അപ്രകാരമുള്ള നിലവാരത്തിലേക്ക് എത്തിയോ എന്ന് ആലോചിക്കേണ്ട, നോമ്പിന് ആ ക്വാളിറ്റി ഉണ്ട്. സ്വർഗത്തിൻ്റെ ഒരു കവാടം നമ്മുടെ മുമ്പിൽ തുറക്കുവാൻ മാത്രമുള്ള യോഗ്യത നോമ്പിനുണ്ട്. നമ്മുടെ നോമ്പിന് ആ യോഗ്യതയുണ്ടോ? മല്ലം യദ് ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹജ്ജത്തുൻ ഫീ അൻ യദാ തആമഹു വശറാബഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനാവശ്യമായ സംസാരവും അനാവശ്യമായ പ്രവൃത്തിയും നോട്ടവും കേൾവിയും ആരും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ആ നോമ്പ് കൊണ്ട് യാതൊരു കാര്യമില്ല. അള്ളാഹുവിന് അങ്ങനത്തെ ഒരു നോമ്പിൻ്റെ ആവശ്യമില്ല. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നോമ്പിൻ്റെ വളരെ ലളിതമായൊരു ഭാഗം മാത്രമാണ്. അതിനപ്പുറം നമ്മുടെ ഓരോ അനക്കത്തിലും നോമ്പുണ്ട്. അങ്ങനെയുള്ള നോമ്പിൻ്റെ മുമ്പിലാണ് റയ്യാൻ എന്ന് പറയുന്ന കവാടം തുറക്കുക. മറ്റൊന്ന്, ഒരു നോമ്പുകാരൻ ഒരൊറ്റ നോമ്പ് കൊണ്ട് 70 വർഷക്കാലം നരകശിക്ഷയിൽ നിന്ന് വിദൂരമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 70 ഖരീഫ എന്നാണ് ഹദീസിലെ പ്രയോഗം. 70 വർഷത്തെ വഴിദൂരം അയാൾ നരകത്തിൽ നിന്ന് വിദൂരമാകും. അത്രമേൽ നരകത്തിൽ നിന്ന് വിദൂരമാകുവാൻ കഴിയുമാറുള്ള ക്വാളിറ്റി നമ്മുടെ നോമ്പിനുണ്ടോ? ഉണ്ടാകണം. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. പരലോകത്ത് നോമ്പും ഖുർആനും ശുപാർശകരായി വരുമെന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു. ആരും സഹായിക്കാനില്ലാത്ത ഒരു ലോകത്ത് വിചാരണാ ദിവസം നമ്മുടെ കൂട്ടുകാരനായി ശുപാർശകനായി വരാൻ മാത്രം നോമ്പ് തയ്യാറാകണമെങ്കിൽ ആ നോമ്പ് എത്രമേൽ കളങ്കരഹിതമായിരിക്കണം. നാലാമത്തെ ഒരു കാര്യം, അസ്സൗമു ജുന്നത്തും മിനന്നാർ. നോമ്പ് നരകത്തിൽ നിന്നുള്ള പരിചയമാണ്. നരകശിക്ഷയിൽ നിന്ന് പരിച എന്ന് പറഞ്ഞാൽ എന്താ? പടക്കളത്തിൽ പോരാളിയെ ശത്രുവിൻ്റെ വെട്ടിൽ നിന്നും കുത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അമ്പിൽ നിന്നും വാളിൽ നിന്നും തടുത്തു നിർത്തുന്നതാണ് പരിച എന്ന് പറഞ്ഞാൽ. പരിച എന്ന് പറഞ്ഞാൽ അത് പ്രൊട്ടക്ഷനാണ്.
അസ്സൗമു ജുന്നത്തും മിനന്നാർ. ജുന്നത്ത് എന്നാണ് ഹദീസിലെ പ്രയോഗം. പരിചയമാകുന്നു നോമ്പ്. നരകത്തിൽ നിന്ന് നമ്മളെ തടുക്കാനുള്ള കഴിവ് നോമ്പിനുണ്ട്. നമ്മുടെ നോമ്പിന് ആ ശക്തിയും ആർജവവും ഉണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമാണ്. അപ്പൊ ഈ ഹദീസുകൾ മുൻനിർത്തി വായിക്കുമ്പോൾ നോമ്പുകാരനായൊരു വിശ്വാസി എത്രമേൽ ആത്മീയ വിശുദ്ധിയിലേക്ക് ഉയരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ച മാസമാകുന്ന റമദാൻ. പലരും മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആൻ ഒന്നായിട്ട് റമദാനിൽ ഇറങ്ങിയെന്നല്ല. വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ 23 വർഷക്കാലം കൊണ്ട് പലപ്പോഴായി സന്ദർഭോചിതമായി പ്രവാചക ജീവിതത്തിൽ അവതരിച്ചതാണ്. മക്കയിലും മദീനയിലുമായി പ്രവാചകൻ കഴിച്ചുകൂട്ടിയ കാലത്ത് വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ മക്കിയായ സൂറത്തുകളുമുണ്ട്, മദനിയായ സൂറത്തുകളുമുണ്ട്. മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ അവതരിച്ചതാണ്. മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ മദീനയിൽ അവതരിച്ചതാണ്. 23 വർഷക്കാലം കൊണ്ട് അവതരണം പൂർത്തിയായ മാനവരാശിയുടെ മോക്ഷദായക ഗ്രന്ഥമായി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ഹുദല്ലിന്നാസ്. ഹുദല്ലിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കുള്ള മാർഗദർശക ഗ്രന്ഥം എന്നാ. മുസ്ലിങ്ങളുടെ ഗ്രന്ഥം എന്നല്ല. മുസ്ലിങ്ങൾ അതിങ്ങനെ തൊക്കത്ത് വെച്ച് ഞങ്ങളുടെ കിതാബാണെന്ന് പറഞ്ഞ് നടക്കുക. ആ വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് പവിത്രമായ മാസം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ ബഖറയിലെ റമളാനിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറയുന്ന ആയത്ത് നമുക്കൊക്കെ കാണാതെ അറിയുന്നവരായി, ഖുർആന്റെ പഠിതാക്കൾക്കൊക്കെ കാണാതെ അറിയാം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. അതിൻ്റെ അവതരണം ആരംഭിച്ചത് അവിടെയാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യർക്കുള്ള മാർഗദർശക ഗ്രന്ഥമായി. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യ വിവേചനമായി. ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫൽയസും. അതുകൊണ്ട് ആ മാസത്തിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാണ്. ജീവിതത്തിൽ വഴിയറിയാതെ നടക്കുന്ന മനുഷ്യർക്ക് വഴികാട്ടിയായി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിനുള്ള നന്ദി പ്രകാശനം. പ്രവാചക കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ചർച്ചയിൽ വന്ന എല്ലാ തിന്മകളുടെയും മൂർത്തരൂപമായിരുന്നു ആ സമൂഹം എന്ന് പറഞ്ഞാൽ ചരിത്രം അത് രേഖപ്പെടുത്തിയത് 3W എന്നാണ്. വാർ, വൈൻ ആൻഡ് വിമൻ എന്നാണ് 3W എന്ന് പറഞ്ഞാൽ. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നാണ് ചരിത്രം അതിൻ്റെ താളുകളിൽ ആ കാലഘട്ടത്തെ രേഖപ്പെടുത്തിയത്. എല്ലാ തിന്മകളുടെയും കേദാരമായിരുന്നു. മദ്യം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. മദ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കാൻ, ഞാനെങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ മുന്തിരിവള്ളിയുടെ കീഴിൽ നിങ്ങൾ മറവ് ചെയ്യണം എന്ന ഒരു പാട്ടുപാടി. കാരണം എന്താ, ആ മുന്തിരിവള്ളിയിൽ നിന്ന് അതിൻ്റെ സത്ത് ഊറ്റിക്കുടിച്ചുകൊണ്ട് എൻ്റെ എല്ലുകൾക്ക് സമാധാനമടയാമല്ലോ എന്നാണ്. അത്രമേൽ മദ്യവുമായി മരണപ്പെട്ടാലും മദ്യത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്തൊരു ജീവിതം അവരെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചു. മദീനയുടെ തെരുവുകളിൽ കൂടി മദ്യത്തിൻ്റെ ചാലുകൾ ഒഴുകിയെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താ സാഹചര്യം? വിശുദ്ധ ഖുർആൻ പടിപടിയായാണ് മദ്യം നിരോധിച്ചത്, ഒറ്റ നിരോധനമല്ല. അപ്പോൾ മദ്യം ജീവിതത്തിൽ അത്രയും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അവരുടെ ദൈനംദിനമായ ഒരു വ്യവഹാരമായതുകൊണ്ട് ഒറ്റ പ്രാവശ്യം നിരോധിക്കാൻ കഴിയില്ല. അബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ പ്രസിഡന്റായപ്പോൾ അടിമത്തം നിരോധിച്ചു. അടിമത്തം നിരോധിച്ചപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമകളാകെ നാഥനില്ലാത്തവരായി മാറി. കാരണം അടിമ എന്ന് പറഞ്ഞാൽ ഒരു മൃഗസമാനമായ ജീവിതമാണ്. യജമാനൻ്റെ ചാട്ടവാറടി കൊണ്ടാലേ അടിമക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു മൃഗത്തിനെ നിങ്ങളെ കൂട്ടിൽ വളർത്തുന്ന ആടിനെയോ കോഴിയോ തുറന്നു വിട്ടോ കൊണ്ടു അതിനെ വല്ല കാട്ടുജന്തുക്കളും പിടിക്കും. അതിൻ്റെ ജീവിതം അനിശ്ചിതമായി തീരും. അടിമകൾ അങ്ങനെയാണ്. അപ്പോൾ മദ്യം അങ്ങനെ അവരുടെ ജീവിതവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് നമസ്കരിക്കാൻ വരുമ്പോൾ
സഹാബികളിൽ പലർക്കും പാരായണം ചെയ്യുന്ന ഖുർആൻ തെറ്റാൻ തുടങ്ങി. മദ്യപിച്ച് ഖുർആൻ പാരായണം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ മദ്യപിച്ചവരായി കൊണ്ട് നമസ്കരിക്കാൻ വരരുത്. അതൊരു സ്റ്റെപ്പാണ്. അങ്ങനെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി വിശുദ്ധ ഖുർആനിൽ പൂർണ്ണമായ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട സൂക്തം അവതരിപ്പിച്ചു. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലയോ എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിലാണ് മദീനയിൽ മദ്യഷാപ്പ് നടത്തിയിരുന്ന സ്വഹാബിമാര് മദ്യത്തിന്റെ വീപ്പകൾ തച്ചുടച്ചിട്ട് ആ മദ്യത്തിന്റെ ചാലുകൾ ഇങ്ങനെ ഒഴുകിപ്പോയി അതൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അവസാനം ഊറി നിന്നു. അവിടെ നിന്നൊരു കൈതച്ചെടി മുളച്ചു വന്ന് ആ ചെടി ഭക്ഷിച്ച ഒട്ടകത്തിന്റെ പാല് കുടിക്കാമോ പ്രവാചകരെ എന്ന് ഫത്വ ചോദിക്കാൻ വേണ്ടി അവരവസാനം പ്രവാചക സന്നിധിയിലേക്ക് വന്നു. അതാണ് മാറ്റം. ആ മാറ്റമുണ്ടാക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. പ്രവാചകന് വേറെ മാജിക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, മാസ്മരികത കാണിച്ചിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസം നൽകി അവരെ പരിഷ്കരിക്കുവാൻ പ്രവാചകൻ അവസരമുണ്ടായിട്ടില്ല. പക്ഷെ അവരെ മാനസികമായി പരിവർത്തിപ്പിച്ചു. ഇൻട്രോസ്പെക്ഷൻ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോയത് അതാണ്. ഉന്നത കലാലയങ്ങളിൽ കോട്ടയം ജില്ലയിൽ ജൂനിയർ വിദ്യാർത്ഥിയെ കയ്യും കാലും കട്ടിലിൽ ബന്ധിച്ച് കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കുത്തി മുറിവേൽപ്പിച്ച് അതിൽ ലോഷൻ ഒടിച്ചിട്ട് ആ കുട്ടിയെ പീഡിപ്പിച്ച് ആ കുട്ടി ആർത്ത് കരയുമ്പോൾ അട്ടഹസിച്ചത് ആരാണ്? നാളെ ഈ സമൂഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാരായി പുറത്തിറങ്ങേണ്ട വിദ്യാർത്ഥികളാണ്. സാധാരണ കോളേജല്ല. എന്താ പ്രശ്നം? വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? മാനസികമായ പരിവർത്തനമാണ് ആവശ്യം. ഇവരെ മോചിപ്പിച്ചെടുത്തു. ആ കാലഘട്ടത്തിൽ വേശ്യകൾ അവരുടെ വീട്ടുമുറ്റത്ത് കൊടിനാട്ടിയിരുന്നു. അതങ്ങോട്ട് വരുമെന്ന് തെളിയിക്കാൻ അടയാളം കാണിക്കുന്ന കൊടികൾ. ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും തലമുറകളോളം യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ അഭിരമിക്കുകയും ആ രക്തം കണ്ട് ആനന്ദിക്കുകയും ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞ ചരിത്രം രേഖപ്പെടുത്തിയ മദ്യവും സ്ത്രീയും യുദ്ധവും എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാറ്റിയ സമൂഹത്തെ മുദല്ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവരെ പരിവർത്തിപ്പിച്ചു. ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമായി അവർക്കതിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചു. വിശുദ്ധ ഖുർആൻ സൂറ മാഇദയിൽ പറയുന്നുണ്ട്, യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാന സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹു ഇത് മുഖേന സമാധാനത്തിന്റെ വഴിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു, അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. സുബുലസ്സലാം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ മാർഗം. മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇങ്ങനെ തീർക്കാനുള്ളൊരു ഗ്രന്ഥമല്ല. വിശുദ്ധ ഖുർആനിൽ ഖിറാഅത്തുണ്ട്, പാരായണം, അതിൻ്റെ തിലാവത്തുണ്ട്, അതിൻ്റെ തദബ്ബുറുണ്ട്. ഉറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനും ഖുർആൻ പറയും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അമ്മല ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ മനസ്സിൽ പൂട്ട് വെച്ചിരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നതാണ്. തുറക്കണം നമ്മുടെ മനസ്സ്. മയക്കുമരുന്നുകളുടെയും മദ്യത്തിൻ്റെയും കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്ത വരുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചെറുപ്പക്കാർ അതിൽ കൃത്യമായ റിസർവേഷൻ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗ്രന്ഥം അവർക്ക് മാർഗദർശനമായിട്ടുള്ളതുകൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക്, അവനവനിലേക്ക് നോക്കുവാൻ. അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ, ലുക്കിംഗ് ഇൻവേർഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അകത്തേക്ക് നോക്കുക. സമൂഹത്തിലെല്ലാവരും മോശക്കാരാണ്, അവരൊക്കെ നന്നാക്കണം. അത് ശരിയാക്കാനുള്ള പണിയില എല്ലാവരും. തിരിച്ച് അവനവനിലേക്കൊന്ന് നോക്കുവാൻ, ആ പണിയാണ് വിശുദ്ധ ഖുർആൻ എടുത്തത്. 23 വർഷക്കാലം കൊണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാലഘട്ടമാണ്. മദീനയിൽ തൻ്റെ 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ യാത്ര പറയുമ്പോൾ ഒരു സമൂഹമുണ്ട്.
മദീനത്തുൻ നബി എന്നാണ് ആ പട്ടണത്തിന്റെ പേര്, പ്രവാചകന്റെ പട്ടണം. മദീന എന്ന് പറഞ്ഞാൽ തന്നെ പട്ടണം എന്നാണ്. ആ പട്ടണത്തിന്റെ പേരെന്താ? മദീന എന്നാണ്. ചരിത്രത്തിൽ അതുല്യമായ നാമം കൊണ്ട് അലങ്കരിക്കപ്പെട്ടൊരു പട്ടണമാണ് മദീന എന്ന് പറഞ്ഞാൽ. മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പള്ളി എന്നാണ്. ഇന്ന് മദീനയിൽ പോയാൽ മാർബിൾ കൊണ്ട് അലങ്കരിച്ച വിശാലമായ പള്ളിയാണ്. അന്ന് ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേൽക്കൂരയിട്ട് ഈത്തപ്പനയുടെ തണ്ടുകൊണ്ട് കാല് നാട്ടി താഴെ മണൽ വിരിച്ച പള്ളിയാണ്. അതിലാണ് പ്രവാചകൻ നമസ്കരിച്ചത്. അവിടെയാണ് പട്ടിണിപ്പാവങ്ങളായ പ്രവാചകന്റെ അനുചരന്മാർ കിടന്നിറങ്ങിയത്. 40-40 ആളുകൾ ആ പള്ളിയിൽ സ്ഥിരവാസികളായിരുന്നു. അസ്ഹാബു സുഫ എന്നറിയപ്പെടുന്ന, ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത പാവങ്ങളായ സഹാബിമാർ. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ തീന്മേശയിൽ ഏത് വിഭവമാണ് കഴിക്കേണ്ടത് എന്ന കൺഫ്യൂഷനിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനവും നമ്മൾ കിടന്നുറങ്ങുന്ന ഭവനവും നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനവും ഒക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് കേരളക്കാർക്ക്, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ. ആലപ്പുഴയിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ളിടത്തൊക്കെ മുസ്ലിങ്ങളുടെ അവസ്ഥ മോശമല്ല. ഖുർആൻ പറയുന്ന ഒരു കാര്യം നമ്മൾ വിസ്മരിച്ചു പോയി. അതാണ് ഇതിൻ്റെ ഒക്കെ ആധാരം എന്ന് പറഞ്ഞാൽ, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ മറന്നുപോയ മനുഷ്യരെ പോലെയാകരുത്. അപ്പോൾ നിങ്ങൾ സ്വയം വിസ്മൃതരാകും. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ മറക്കും. താനൂരിൽ നിന്ന് 2 കുട്ടികൾ മുംബൈയിലേക്ക് പോയി. എന്തിനാ പോയത്? മുടി വെട്ടാൻ പോയത്. ഞാൻ മലപ്പുറം ജില്ലക്കാരനാ. ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ 1500 കുട്ടികളുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളാണ്, 22 ഡിവിഷനാണ്. അവിടെ ഡിസിപ്ലിൻ്റെ ചാർജുള്ള ഒരു മാഷാണ് ഞാൻ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. 95% മുസ്ലിം കുട്ടികളാണ്. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് ആലോചിച്ചു പോകും. അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പേമാരിയായി പെയ്തിറങ്ങിയ സമൂഹമാണ് സഹോദരങ്ങളെ നമ്മൾ. ഈ ആലപ്പുഴ, ഈ ശാഖയിൽ, ഈ പ്രദേശത്ത് പട്ടിണി കിടക്കുന്ന ഒരു കുടുംബമുണ്ട് എന്നറിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ മുറ്റത്തോടിയെത്താൻ നാളെ 100 കണക്കിന് ആളുകളിൽ ഇവിടെ. രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, മതസംഘടനകൾ, പൊതുപ്രവർത്തകർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണത്. പഠിക്കാൻ തയ്യാറുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, കഴിവുണ്ട്, സാമ്പത്തിക ശേഷിയില്ല എന്നറിഞ്ഞാൽ ഞാൻ ഏറ്റെടുത്തു ആ കുട്ടി എന്ന് പറയാൻ 100 കണക്കിന് ആളുകൾ ഈ സമൂഹത്തിൽ ഇന്നില്ലേ? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നിരുന്നു. ലോട്ടറി വിൽക്കുന്ന ഒരു പയ്യൻ്റെ, സുമുഖനായ ഒരു പയ്യൻ, 18ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കീറിപ്പറഞ്ഞ വസ്ത്രമാണ്. സ്കൂളിൽ ഇടയ്ക്കൊക്കെ പോകാൻ മാത്രമേ കഴിയുള്ളൂ. ഭക്ഷിക്കാൻ ഭക്ഷണമില്ല. അപ്പോൾ 100 ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ 10 റുപ്യ കിട്ടും. ആ വാർത്ത ശരിയല്ല എന്നൊക്കെ പിന്നെ പല കമൻറ്റുകളും വന്നിരുന്നു. എന്താകട്ടെ, പക്ഷെ അതിന് താഴെ വന്ന കമൻറ്റിൽ ഏതാണ്ട് 50-ലധികം ആളുകൾ പറഞ്ഞത് അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ്. 50-ലധികം ആളുകൾ. അവൻ്റെ വിലാസം തരൂ, അവനെ പൂർണ്ണമായും എത്രയാണോ അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും കാലം അവൻ്റെ മുഴുവൻ ചെലവുകളും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് സന്മനസ്സുള്ള മലയാളികൾ വിളിച്ചു പറഞ്ഞു. അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ സൗകര്യത്തിലാണ്, നമ്മൾ സന്തോഷത്തിലാണ്, നമ്മൾ അനുഗ്രഹത്തിൻ്റെ പേമാരിയിൽ കുളിച്ചു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ സ്വയം മറന്നു പോവുകയാണെന്നുള്ള പ്രശ്നം. സ്വയം മറന്നു പോവുകയാണ്. സ്വയം മറക്കുമ്പോൾ നമ്മൾ പലതും മറക്കും. അത് ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു ഫിലോസഫിയാണ്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഫഅൻസാഹും അൻഫുസഹും. അപ്പോൾ നിങ്ങൾ സ്വയം മറന്നവരായി തീരും. മുൻകാല സമൂഹങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നാം പണം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 5000 റുപ്യ കൊടുത്തിട്ട് മുംബൈയിൽ പോയിട്ട് മുടി വെട്ടാൻ പോയത്. വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് വണ്ടി കയറിയതാ. വണ്ടി കയറുന്ന പെൺകുട്ടികൾ ആലോചിക്കുന്നില്ല അവരുടെ സുരക്ഷിതത്വം എന്താണ് എന്ന്. സ്വന്തം ആലോചിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക്. ഖുർആൻ അതിൻ്റെ ആരംഭത്തിൽ 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ഇത് ഭക്തരായ ആളുകൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക് നേർവഴി കാണിക്കുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മുടെ മക്കൾക്ക് എന്താ നേർവഴിയാവാത്തത്? നമുക്കതെന്താ വഴികാട്ടിയാവാത്തത്? നമുക്ക് വഴികാട്ടിയായാലല്ലേ, ഖുർആനിൻ്റെ വാഹകരായ മുസ്ലിം സമൂഹത്തിന് വഴികാട്ടിയായാലല്ലേ മറ്റുള്ളവർക്കത് വഴികാട്ടിയാവുകയുള്ളൂ.
ഇത് അലമാരയിൽ ഇങ്ങനെ വെച്ച് കൂട്ടാനുള്ളതാണോ? ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഹൃദിസ്ഥമാക്കിയ ഗ്രന്ഥം, ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സാധാരണ ഒരു പ്രിന്റിൽ ഉണ്ടാവുക 604 പേജാണ്. 604 പേജ് അക്ഷര വ്യത്യാസമില്ലാതെ മനഃപ്പാടമാക്കിയ ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്ത് ജീവിച്ചിരിക്കുന്നു, എക്കാലത്തും ജീവിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തുള്ള ഖുർആനിന്റെ എല്ലാ കോപ്പികളും നശിപ്പിക്കപ്പെട്ടാലും ലക്ഷക്കണക്കിന് ഹൃത്തളങ്ങളിൽ നിന്ന് ഖുർആൻ പുനഃസൃഷ്ടിക്കപ്പെടും. അത് ഖുർആന്റെ അമാനുഷികതയാണ്. ലോകത്ത് അങ്ങനെ വേറെ ഗ്രന്ഥമില്ല. ലോകത്തെ ഏറ്റവും സെലിബ്രിറ്റിയായ ഒരു സിംഗർ ഒരു പാട്ട് പാടിയാൽ നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കും? 10, 20, 50 പ്രാവശ്യം. ഒരു വാദത്തിന് വേണ്ടി 100 പ്രാവശ്യം സമ്മതിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ച് മടുപ്പില്ലാതെ 1000-ഓ 10,000-ഓ അതിലപ്പുറമോ അല്ല ആയുഷ്കാലം അയാൾ ലക്ഷക്കണക്കിന് തവണ വിരസമല്ലാതെ പാരായണം ചെയ്യും. ഉദാഹരണമായിട്ട് സൂറത്തുൽ ഫാത്തിഹ ഒരു മുസ്ലിം സാധാരണ നമസ്കരിക്കുകയും ഇസ്ലാം ആചരിക്കുകയും ചെയ്തൊരു മുസ്ലിമെ സംബന്ധിച്ച് ചുരുങ്ങിയതൊരു 30-40 തവണ പാരായണം ചെയ്യും. സൂറത്തുൽ ഫാത്തിഹ ഒരു മാസം 1000-ൽ പരം തവണയായി. ഒരു മടുപ്പില്ല. 114 അധ്യായങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും 1000-ൽ പരം തവണ ആവർത്തിച്ച് പാരായണം ചെയ്തിട്ടുണ്ടാകും. പിന്നെയും ഭക്ത്യാദരവോടുകൂടി പാരായണം ചെയ്യുകയാകുന്നു. അതാകുന്നു വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ അമാനുഷികത. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, ഇത് ലോക സിട്ടാവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ നിങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. മുൻകാലത്ത് ഇറങ്ങിയ എല്ലാ വേദഗ്രന്ഥങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയും എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും അവസാനത്തെ വേദഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ അതിലെ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ബൈബിളിൽ പറയാത്ത പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ക്രൈസ്തവ സഹോദരന്മാർ വിശ്വസിക്കുന്ന യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഖുർആൻ പറയുന്നുണ്ട്. യേശു തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബൈബിൾ എന്ന് പറയുന്നില്ല. യേശുവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. മറിയം ബീവി പിതാവില്ലാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ നാട്ടുകാരൊക്കെ കൂടി, നമ്മുടെ നാട്ടിലും കൂടും, നാട്ടുകാരെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമാണ്. അത് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാക്കാന അബൂകി ഇംറഅ സൗഇൻ വമാകാനത്ത് ഉമ്മുകി ബഗിയ, എന്തേ മറിയമേ നിനക്ക് സംഭവിച്ചത്? നിന്റെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നല്ലോ, നിന്റെ മാതാവ് വിശുദ്ധയായിരുന്നല്ലോ, നീ എങ്ങനെ പഴിച്ചുപോയി എന്നാണ്. എന്താ ഉത്തരം പറയുക? പിതാവില്ലാതെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനം അങ്ങനെയാണ് എന്ന് ബൈബിളും സാക്ഷ്യപ്പെടുത്തുന്നു, ഖുർആനും സാക്ഷ്യപ്പെടുത്തുന്നു. ഫഅശാറത് ഇലൈഹി, മറിയം തൊട്ടിലേക്ക് ചൂണ്ടി. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ, തൊട്ടിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ സംസാരിക്കുക? ഖാല അന അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅൽനി നബിയ, എനിക്ക് അല്ലാഹു പ്രവാചകത്വം നൽകിയിരിക്കുന്നു, വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു എന്നാ കുട്ടി സംസാരിച്ചു. എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തതും എല്ലാ വേദഗ്രന്ഥങ്ങളും അനുശാസിച്ചതും ഈ ദൈവവിശ്വാസവും ഈ മൂല്യങ്ങളും ഈ മരണാനന്തര ജീവിതവും തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധത്തിലേക്ക് മടങ്ങി വരണം. അതുമായി വന്ന പ്രവാചകനെ അന്ന് നാട്ടുകാർ അല്ലമീൻ എന്ന് വിളിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന് മുമ്പ് ആ നാട്ടുകാരിൽ സുസമ്പന്നനാണ്, അല്ലമീനാണ്. മക്കയിൽ പ്രവാചകൻ ജീവിച്ച മക്കയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലാ തിന്മകളുടെയും കേദാരമായിരുന്ന, വേണ്ടാവൃത്തികളുടെ കൂത്തരങ്ങായിരുന്ന, നീതിയും ന്യായവും ഇല്ലാതിരുന്ന, കുടുംബബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന, സ്ത്രീകൾക്ക് യാതൊരു വിലയും നൽകാതിരുന്ന, അങ്ങനെയാണ് കുടുംബബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അങ്ങനെയാണ്. പ്രവാചകൻ വരുമ്പോഴുള്ള അറേബ്യൻ സമൂഹത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോവുകയാണെങ്കിൽ എതിരെ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ഭർത്താവിനെ ഇടിച്ച് അവശനാക്കി നിലത്ത് മല്ലയുദ്ധത്തിലൂടെ തോൽപ്പിച്ചാൽ ആ ഭാര്യ അയാളുടെ കൂടെയാണ് പോകും. അതാണ് സാമൂഹ്യ സാഹചര്യം എന്ന് പറഞ്ഞാൽ. അയൽപ്പക്ക ബന്ധത്തിന് യാതൊരു പ്രാധാന്യവും അവർ കൽപ്പിച്ചിരുന്നില്ല.
പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ അപമാന ഭാരത്താൽ മുഖം കുനിയുകയും ആ കുഞ്ഞിനെ കുഴിച്ചു മൂടുകയും ചെയ്യുന്ന ഗോത്രങ്ങളുണ്ടായിരുന്നു. എല്ലാ അറബികളും അങ്ങനെയായിരുന്നതല്ല, അങ്ങനെ ചെയ്തിരുന്ന ഗോത്രങ്ങളുണ്ടായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇദൽ മൗഊദതു സുഇലത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് നാളെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു ചോദിക്കുമെന്നാണ്. ബി അയ്യി ദംബിൻ ഖുതിലത്, മോളെ എന്ത് കുറ്റത്തിനാ നിന്നെ കുഴിച്ചു മൂടിയത് എന്ന്. അപ്പോൾ പെൺകുട്ടി ജനിക്കെന്ന് പറഞ്ഞാൽ അപമാനമായി കണ്ടിരുന്ന, അങ്ങനെ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ പിശാച്ചിന്റെ രൂപമാണ്. അവൾക്ക് ആത്മാവുണ്ടോ എന്ന ചർച്ചയിലാണ് അന്ന് യൂറോപ്പ് ഉണ്ടായിരുന്നത്. അന്ന് പ്രവാചകൻ സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവൾക്ക് അങ്ങേയറ്റം പവിത്രത കൽപ്പിക്കുകയും ചെയ്തു. ഇസ്ലാമിനെതിരെ പലപ്പോഴും ഉന്നയിക്കാറുള്ള ആക്ഷേപം, ഖുർആനെ കുറിച്ചൊക്കെ പറയാറുള്ളത് സ്ത്രീകൾ അടിച്ചമർത്തുന്ന വേദഗ്രന്ഥമാണ്, സ്ത്രീകൾക്ക് വില കൊടുക്കാത്ത മതാണെന്നാണ്. ഭാര്യ എന്നുള്ള നിലയിൽ, സഹോദരി എന്നുള്ള നിലയിൽ, ഉമ്മ എന്നുള്ള നിലയിൽ, അതേപോലെ തന്നെ മാതാവ് എന്നുള്ള നിലയിൽ, പിന്നീട് ഏതൊരർത്ഥത്തിലാണോ ഒരു സ്ത്രീ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ നിലയിലെല്ലാം അവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുവാനും അവരോട് മാന്യമായി പെരുമാറുവാനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. നിങ്ങൾ ഏറ്റവും മാന്യൻ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ജെന്റിൽമാൻ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടന്ന് സമൂഹത്തിൽ ഇങ്ങനെ ചിരിച്ച് നല്ല ജെന്റിൽമാനായി നടക്കുന്നവന്നല്ല. മാന്യന്മാർക്ക് മാത്രമേ അവരെ ആദരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ മാന്യതയില്ലാത്തവർക്ക് മാത്രമേ സ്ത്രീകളെ അപമാനിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞ ആളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് അല്ലമീൻ എന്ന് വിളിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായി കൊണ്ടാണ് പ്രവാചകൻ വന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമാണ് പ്രവാചകൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമാണ് വിശുദ്ധ ഖുർആൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കാരുണ്യം കാണിക്കുന്നവനാണ് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹു. അള്ളാഹു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു, ലോകത്തിന്റെ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ പറയാവുന്ന ഏറ്റവും നല്ല പരിഭാഷ സാക്ഷാൽ ആരാധ്യൻ എന്നാണ്. സാക്ഷാൽ ആരാധ്യൻ. മുസ്ലിങ്ങളുടെ ഒരു ദൈവം എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹം പലപ്പോഴും അതിനെ മനസ്സിലാക്കാറുണ്ട്. സാക്ഷാൽ ആരാധ്യൻ ആരാണോ നമ്മളെ സൃഷ്ടിച്ചത്, ആരാണോ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാണോ ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളുടെ മുഴുവൻ സൃഷ്ടാവും നിയന്താവും, അവൻ, അതാണ് അൽ ഇലാഹ്. പിന്നെ അള്ളാഹു എന്ന് പറയുന്ന അറബി പദത്തിന് പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒന്നും ചേരൂല എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ അവ്യയങ്ങളൊന്നും ചേരുകയില്ല. അൽ ഇലാഹ്, അതിൻ്റെ കൂടെ പ്രിഫിക്സും ചേരൂല, സഫിക്സും ചേരൂല. അങ്ങനെ പ്രത്യേകതയുള്ളൊരു പദമാണത്. ഇപ്പൊ ഗോഡ് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിൻ്റെ പുറത്ത് ഷീ ഇട്ട് കഴിഞ്ഞാൽ ഷീ ഗോഡ് എന്നാണ്. ഷീ ഗോഡ് എന്ന് പറയുക, ഹീ ഗോഡ് എന്ന് പറയുക, ഗോഡ് ഫാദർ എന്ന് പറയുക, ഗോഡസ് എന്ന് പറയുക, ഗോഡ്സ് എന്ന് പറയാം. അതിൻ്റെ കൂടെ അപ്പുറപ്പുറമൊക്കെ പലതും ചേരും. ദൈവം എന്ന് മലയാളത്തിൽ എഴുതിയാൽ ദൈവം, ദേവൻ, ദേവത, ദേവി, ദേവന്മാർ എന്നൊക്കെ എഴുതാം. എന്നാൽ അറബിയിൽ അള്ളാഹു എന്നുള്ള പദത്തിന്റെ കൂടെ ഒന്നും ചേരൂല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ മറ്റാരുമില്ല. അങ്ങനെ ഒരു സൃഷ്ടിയുമായും സാമ്യപ്പെടാത്ത എന്തുണ്ടോ അതാണ് ദൈവം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തെ ആരാ സൃഷ്ടിച്ചത്? അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ദൈവം സ്ഥലകാലങ്ങൾക്ക് അപ്പുറത്താണ്. ഈ സമയവും ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ നമ്മളെ സംബന്ധിച്ചാണ്. ക്രൈസ്തവ മതവിശ്വാസികൾ യഹോവ എന്ന് വിളിക്കുന്ന, മുസ്ലിങ്ങൾ അല്ലാഹു എന്ന് വിളിക്കുന്ന, ഹൈന്ദവ സഹോദരന്മാർ പരബ്രഹ്മം എന്ന് വിളിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ ഒരു സർവേശ്വരനുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ആ പടച്ചവനെയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു എന്ന പേരിലൂടെ അഭിസംബോധന ചെയ്യുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അത് പഠിപ്പിച്ച പ്രവാചകൻ ലോകത്ത് മുഴുവനുമുള്ള മനുഷ്യർക്കുള്ള മാർഗദർശന ഗ്രന്ഥമാണെന്നാണ്. ശ്രീനാരായണ ഗുരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമല്ല,
നല്ലൊരു കവി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം രചിച്ച അനുകമ്പാ ദശകത്തിൽ പ്രാധാന്യമേറിയ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ച് 10 ശ്ലോകങ്ങളാണുള്ളത്. അവയിൽ 7ാമത്തെ ശ്ലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊരു പരാമർശമുണ്ട്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്രപുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന്. ഇത് ശ്രീനാരായണ ഗുരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞതാണ്. അതിൽ ചില പരാമർശങ്ങൾ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റുമായി യോജിക്കുന്നില്ലെങ്കിലും അതിലെ ആശയം കൃത്യമാണ്. മനുഷ്യൻ ദൈവരൂപത്തിൽ അവതരിപ്പിക്കുക എന്നത് ഇസ്ലാം വിയോജിക്കുന്ന ഒരു പോയിന്റാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു പറഞ്ഞ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന്. മലയാളത്തിൽ ഒരുപാട് കവികൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചക വിമർശനം നടത്തുന്ന ആളുകളുണ്ട്. ആ പ്രവാചക വിമർശനം നടത്തുന്ന ആളുകൾ പലപ്പോഴും പ്രവാചകനെക്കുറിച്ച് പ്രവാചകന്റെ സമകാലികരായ ആളുകൾ, അബൂ സുഫിയാൻ നോക്കൂ നിങ്ങൾ. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. റോം സന്ദർശിക്കുന്ന സമയത്ത് റോമിന്റെ രാജസദസ്സിൽ വെച്ച് സീസർ ചക്രവർത്തി പ്രവാചകനെ കുറിച്ച് ശത്രുവായ അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്, ഈ പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ എങ്ങനെയുള്ളവരാ? ദരിദ്രരായ ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മുമ്പ് ആരെങ്കിലും പ്രവാചകത്വം അവകാശപ്പെട്ടിട്ടുണ്ടോ? ആരും അവകാശപ്പെട്ടിട്ടില്ല. അദ്ദേഹം കളവ് പറയുന്നവനാണോ? അബൂ സുഫിയാൻ പറഞ്ഞത് പ്രവാചകൻ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. ശത്രുവിൻ്റെ സാക്ഷ്യം. ഒരു മനുഷ്യനെക്കുറിച്ച് ചരിത്രത്തിൽ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നതിന് ഹിസ്റ്ററിയിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ഒന്നാമത്തേത്, അയാളുടെ സമകാലികരായ ആളുകൾ അയാളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് സ്വീകരിക്കേണ്ടതെന്നാണ്. ഗാന്ധിജിയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയേണ്ടത് ഗാന്ധിജിയുടെ കൂടെ ജീവിച്ച സമകാലികരാണ്. നെഹ്റുവിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയേണ്ടത് നെഹ്റുവിൻ്റെ കൂടെ ജീവിച്ച നെഹ്റുവിൻ്റെ സമകാലികരാണ്. പിൽക്കാലക്കാർക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. പ്രവാചകനെ കുറിച്ച് ആധികാരികമായി ഏറ്റവും കൂടുതൽ പറയേണ്ടത് പ്രവാചകന്റെ സമകാലികരായ ആളുകളാണ്. അതിൽ തന്നെ പ്രവാചകന്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാന്റെ സാക്ഷ്യമാണിത്. ഒരിക്കലും കളവ് പറഞ്ഞില്ല. പിന്നീട് ഒരു മനുഷ്യനെ കുറിച്ച് ആധികാരികമായി വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകൾ, ഇപ്പോ ഫ്രാൻസിലെ കവിയും തത്വചിന്തകനും രാഷ്ട്രീയ നേതാവുമായിരുന്ന ലമാർട്ടിൻ പ്രവാചകനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഒരുപാട് ആളുകൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പ്രവാചകനെ കുറിച്ച് മനോഹരമായ വരികൾ അദ്ദേഹം ഉദ്ധരിച്ചു. ഫിലോസഫർ, ഒറേറ്റർ, പ്രവാചകൻ ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം ഒരു പ്രഭാഷകനായിരുന്നു. അപ്പോസ്റ്റൽ, ലെജിസ്ലേച്ചർ, വാരിയർ, കോൺകറർ, restorer of rational dogmas, a cult without images, founder of 20 terrestrial empires and 1 spiritual empire, that was prophet. അർത്ഥം പറയേണ്ടതില്ല. Considering the standards by which human greatness may be measured, we may well ask, is there any man greater than he? ലമാർട്ടിന്റെ വാക്കുകളാണ്. മഹോന്നതിയുടെ ഏത് മാപിനികൾ വെച്ച് പരിശോധിച്ചാലും നമ്മൾ ചോദിച്ചു പോകും, ഇദ്ദേഹത്തെക്കാൾ മഹാനായി മറ്റാരുണ്ട് എന്ന്. ആ പ്രവാചകന്റെ നാവിലൂടെയാണ് ലോകം വിശുദ്ധ ഖുർആൻ ശ്രവിക്കുന്നത്. ആ പ്രവാചകനും വിശുദ്ധ ഖുർആനും നിർവഹിച്ചത് പ്രധാനമായും 2 ദൗത്യമാണ്. ഒന്ന്, വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. മറ്റൊന്ന്, വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ്. അറബിയിൽ തബ്ഷീർ, ഇൻദാർ എന്ന് പറയും. ഇൻ അന ഇല്ലാ ബഷീറും വനദീറുൻ ലിഖൗമി യുഅ്മിനൂൻ. പ്രവാചകൻ ബഷീറാണ്, നദീറാണ്. നിങ്ങൾ ഈ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? ഇവിടെ അപകടമുണ്ട്, ഇവിടെ വെല്ലുവിളികളുണ്ട്, ഇവിടെ നിങ്ങളെ കാത്ത് ശിക്ഷ കാത്തിരിക്കുന്നുണ്ട്. ഈ വഴി ഒരിക്കലും നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പാടില്ല എന്ന വാണിംഗ് ആണ് തബ്ഷീർ. ഇൻദാർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, തബ്ഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്തയാണ്. ഈ വഴി നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തെയും അലിവിൻ്റെയും ദീനാനുകമ്പയുടെയും നന്മയുടെയും വഴിയാണ്.
ഇതാണ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി. നിങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ രക്ഷയുടെ കവാടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന് ഖുർആൻ ആധികാരികമായി നൂറുകണക്കിന് ആയത്തുകളിൽ നമ്മളെ പഠിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഈ തിന്മകൾക്കൊന്ന്. ഇന്നലെ യു.പിയിൽ നിന്നൊരു വാർത്ത വന്നു. രാവേറെ ചെന്ന് 2:30-3 മണി സമയത്ത് അത്താഴത്തിന്റെ പൊതി കാത്തിരിക്കുന്ന ഒരു 2 ചെറുപ്പക്കാർ, അതിൽ 25 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ ബൈക്കിൽ വന്ന 4 ആളുകൾ വെടിവെച്ച് കൊല്ലുകയാണ്. അതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. മനുഷ്യജീവന് എന്ത് വിലയാണുള്ളത്? അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയാണ് കൊന്നത്. ആ സ്ത്രീയുടെ ആയുസ് കൊണ്ട് രക്ഷപ്പെട്ടത് മാത്രം. സ്വന്തം മൂത്താപ്പാനെ കൊലപ്പെടുത്തി, മൂത്തമ്മാനെ കൊലപ്പെടുത്തി, സ്വന്തം അനുജനെ കൊലപ്പെടുത്തി, 90 വയസ്സായ വല്യമ്മാനെ കൊലപ്പെടുത്തി. എന്താണ് ആ ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ? മനുഷ്യൻ എത്രമാത്രം തിന്മയിലേക്ക് ആപതിച്ചു പോകുമെന്നതിൻ്റെ സമകാല ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനുഷ്യൻ്റെ മനസ്സിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. അങ്ങനെയാണ് മനസ്സ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ആ മനസ്സിൽ അതിൻ്റെ ദുഷ്ടതയുമുണ്ട്, അതിൻ്റെ സൂക്ഷ്മതയുമുണ്ട്. ഏതിനെയാണോ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് അതായി മാറും. നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ സമൂഹത്തിന് നന്മയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കുകയും അങ്ങനെയുള്ള വൃത്തങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുകയും അങ്ങനെ നല്ല മനസ്സിൻ്റെ ഉടമകളായി അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് പരിഹാരം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരല്ല കുറ്റവാളികൾ, ഇവരല്ല തെറ്റുകാർ. നമ്മൾ സമൂഹമാണ് ഇതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞാൽ. അവർക്ക് അതിനു വേണ്ട എല്ലാ അവസരങ്ങളും. എൻ്റെ സമയം പറഞ്ഞേ സാറ്, 20. ഇപ്പം നിങ്ങൾ നോക്കൂ, മദ്യവും മയക്കുമരുന്ന് മാത്രമാണോ? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്ന സാംസ്കാരിക തിന്മകളുടെ കൂത്തരങ്ങ് എന്ന് പറയുന്നത് ഇന്നിവിടെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിബറലിസമാണ്. ക്യാമ്പസുകളിലൊക്കെ ഇവിടെ അധ്യാപകരുണ്ടാകും, വിദ്യാർത്ഥികളുണ്ടാകും, ക്യാമ്പസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് കമ്മിറ്റിക്കാരുണ്ടാകും. ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ രക്ഷാകർതൃ സമിതിയിൽ പോകുന്നവരുണ്ടാകും. എന്താ അവസ്ഥ? എന്നാ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അറിയുന്ന ഒരു സ്ഥാപനത്തിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം സെൻഡ് ഓഫ് പാർട്ടിക്ക് വേണ്ടി കുട്ടികൾ പിരിച്ചത് 8 ലക്ഷം രൂപയാണ്. മലപ്പുറം ജില്ലയിൽ 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ. എന്നിട്ട് എന്താ അവർ സംഘടിപ്പിച്ചത്? പാട്ടാണോ കൂക്കാണോ എന്ന് അറിയാത്തൊരു സാധനം. എന്താ DJ പാർട്ടി എന്ന് പറഞ്ഞാൽ? ഡിസ്ക് ജോക്കി എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി മനുഷ്യന്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ടാണ് നമുക്ക് താങ്ങാൻ പറ്റുക. അതിൽ കൂടുതൽ കേട്ടാൽ നമ്മുടെ കാത് പൊട്ടിപ്പോകും. ഇത് പരമാവധി ശബ്ദത്തിൽ ബയോളജിക്കലി അത് ഹാനികരമാണ്. ഇതിൽ പാട്ടാണോ? ലോകത്ത് കിട്ടുന്ന എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് വായിച്ചാൽ അത് സംഗീതം എന്നല്ല പറയുക, അത് ശുദ്ധ അസംബന്ധമാണ്, അപശ്രുതിയാണത്. സംഗീതം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആസ്വാദനം ഉണ്ടാക്കുന്ന സാധനമാണ്, അത് കേൾക്കാൻ സുഖമുള്ളതാണ്. എന്നിട്ട് അതിനു പുറമെ മാരകമായ ലൈറ്റുകൾ, അതിൽ അൾട്രാ വയലറ്റ് പോലും ഉണ്ടെന്നാണ്. ഇങ്ങനെ പ്രകാശത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും കൂത്തരങ്ങായി ചാടിക്കളിക്കലാണ് ബർത്ത്ഡേ പാർട്ടികൾ, അതാണ് കോളേജ് ഡേ, അതാണ് സെൻഡ് ഓഫ് പാർട്ടികൾ, അതാണ് ആഘോഷങ്ങൾ, അതാണ് ട്രിപ്പുകൾ. ആരാണ് നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചത്? നമ്മളൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പാൻ്റ് ഒന്ന് കീറി അല്ലെങ്കിൽ ഷർട്ടിനൊരു ദ്വാരമുണ്ടായി നമ്മൾ സ്കൂളിലേക്ക് പോവില്ല. ആ ദ്വാരം വീണ പാൻറ്റിൻ്റെ ഭാഗത്ത് സൂചിയും നൂലും കൊണ്ട് ഉമ്മ തുന്നിത്തരാതെ നമ്മൾ അനങ്ങൂല. ഇന്ന് ദ്വാരമില്ലാത്ത ഒരു പാൻ്റ് ഇട്ട് കുട്ടികൾ സ്കൂളിൽ പോവില്ല. ദ്വാരം വേണം പോകണമെങ്കിൽ. പാൻറ് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കീറി, ഇവിടെ കുറേ പിഞ്ഞിപ്പറിഞ്ഞ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്ഭുതകരമായ കാഴ്ചകളാണ്. ഈ മാർക്കറ്റിൽ ചിലവാകാത്ത എല്ലാ കീറിപ്പറഞ്ഞ സാധനങ്ങളും കച്ചവടം ചെയ്യാൻ ഏതോ മാർക്കറ്റിംഗ് വിധത്തിലുണ്ടാക്കിയ തന്ത്രമാണത്. അങ്ങനെ ഒരു പാൻറ് നിങ്ങളുടെ വീട്ടിൻ്റെ അലമാരയിൽ തൂങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളറിയാതെ ലിബറലിസം നിങ്ങളുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ളത്. അലമാരൊക്കെ നിനക്ക് തുറന്നു നോക്കൊണ്ടു. ഡോക്ടർ പറഞ്ഞല്ലോ,
കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം, അവരുടെ കയ്യിലെ സാധനങ്ങൾ പരിശോധിക്കണമൊക്കെ. ഇൻഡിവിജ്വാലിസം. 25, 28, 30 വയസ്സായ പെൺകുട്ടികൾ പറയാണ്, എനിക്കിപ്പോൾ വിവാഹം വേണ്ട, ഞാനൊരു ജോലി കിട്ടി എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറാകുമ്പോൾ ഒരു പുരുഷനെ ആശ്രയിക്കാതെ ജീവിക്കാൻ എനിക്കെന്താണോ കഴിയുക അന്ന് മതി. വഴിവിട്ട ഫെമിനിസമാണത്. വിവാഹം കഴിക്കുന്ന പുരുഷന്റെ കീഴിൽ ജീവിക്കുന്ന അർത്ഥം ആരാ പഠിപ്പിച്ചത്? എന്നിട്ട് 25, 28, 30 വയസ്സായ പെൺകുട്ടികൾ ഇങ്ങനെ മേഞ്ഞു നടക്കുക. സമൂഹത്തിൽ വലിയ അരക്ഷിതാവസ്ഥയാണ്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. ഇൻഡിവിജ്വാലിസം. എന്താ ഇൻഡിവിജ്വാലിസം എന്ന് പറഞ്ഞാൽ? അവനവനിസം. ഒന്നും ഷെയർ ചെയ്യാൻ തയ്യാറല്ല, ഒന്നും സഹിക്കാൻ തയ്യാറല്ല. യൂട്ടിലിറ്റേറിയനിസം. അതെന്താ? എനിക്ക് സന്തോഷം നൽകുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് പറയുന്ന വാദം. ആരാധന അംഗീകരിക്കുന്ന മതവിശ്വാസികൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊക്കെ ക്യാമ്പസുകളിൽ ചെലവാക്കുകയാണ്. പൂർണ്ണമായും നഗ്നമായ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ചിത്രം വരച്ചു വെച്ചിട്ട് കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മുടെ കോളേജുകളിൽ പതിച്ച ഒരു പോസ്റ്ററിന് താഴെ എഴുതി വെച്ചത് തുറിച്ചു നോക്കേണ്ട, ഞങ്ങളും ഉണ്ടായത് നിങ്ങളും ഉണ്ടായത് ഇങ്ങനെ തന്നെയാണെന്ന. അതിന് താഴെ ഒരു വിദ്യാർത്ഥി ഫെഡറേഷന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു. ആ ഫെഡറേഷന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇത് കാണണം. കലാലയങ്ങൾ സംശുദ്ധമാകണം. ഇതൊക്കെ വലിയ വിപ്ലവമാണെന്ന് വിചാരിക്കുന്ന അധ്യാപകർ ക്യാമ്പസിനകത്തുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയമാണ്. വടി വളഞ്ഞാൽ പിന്നെ നേര് വളയല്ലോ. അതുകൊണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖുർആൻ പറഞ്ഞ ആശയം അതാണ്. ആ മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, അതിനെ മലീമസമാക്കിയവൻ പരാജയപ്പെട്ടു. അപ്പോൾ നേരത്തെ കൈമൾ സാർ അല്ലേ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ നടപടിയെടുക്കുന്ന കാര്യത്തിൽ പക്ഷപാതം കാണിക്കാൻ പാടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാൻ, നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നിയമം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറയാൻ എട്ടുകാലി വല മാതിരിയാണ്. എട്ടുകാലി വല എന്ന് പറഞ്ഞാൽ എന്താ? വലിയ പ്രാണികളൊക്കെ അതിൽ രക്ഷപ്പെടും, ചെറിയ പ്രാണികൾ അതിൽ കൊടുക്കുകയും ചെയ്യും. ഖുർആൻ എല്ലാ മനുഷ്യരോടുമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖറബീൻ. അങ്ങനെ നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കെതിരായിരിക്കും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിരിക്കും, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരായിരിക്കും. എന്നാലും നിങ്ങൾ നീതിയുടെ പക്ഷത്തെ നിൽക്കാൻ പാടുള്ളൂ. മുസ്ലിങ്ങൾക്കത് എത്ര കഴിയുന്നു എന്ന് മുസ്ലിങ്ങൾ ആലോചിക്കണം. കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിയെക്കുറിച്ച് ഖുർആന്റെ കാഴ്ചപ്പാടാണ്. വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖറബീൻ. പോലീസ് സ്റ്റേഷനിൽ ഒരാൾ പിടിച്ചാൽ നമ്മളാളാണ്, അവനെ വിടണമെന്ന് പറയുന്നതിന് മുമ്പ് അവൻ ചെയ്ത തെറ്റാണ് എന്ത് അതാലോചിക്കാൻ കഴിയും. ഒരു മനുഷ്യനെ അകാരണമായി കൊലപ്പെടുത്തിയാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയവരെ പോലെയാണ് എന്ന് ഖുർആൻ. ഇസ്ലാം ഭീകരവാദമാണ്, ഇസ്ലാം തീവ്രവാദമാണ്. ഇന്നലെ ലോകത്ത് ഒരു ദിനം ആചരിച്ചു. അതായത് ഇസ്ലാമോഫോബിക് ആൻറ്റി ഇസ്ലാമോഫോബിയ ദിനം. എന്താ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പേടിയാ. കൊല്ലുന്ന മതമാണ്, ഭീകരവാദമാണ്, തീവ്രവാദമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന മതം അല്ലേ അല്ല. ഈ ധാരണ നമ്മൾ മാറ്റിപ്പണിയേണ്ട മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ. എന്താ ഖുർആൻ പറഞ്ഞത്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. നിരപരാധിയായ ഒരു മനുഷ്യനെ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ അവൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. അപ്പോൾ നിങ്ങൾ പറയും ISIS, അൽ ഖൈദ, അബൂലയ്യാഫ്, അഷബാബ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഭീകര സംഘടനകളില്ലേ? അവരൊക്കെ പിടിക്കുന്ന പതാകയിൽ എഴുതിയിരിക്കുന്നത് അല്ലാഹു അക്ബർ എന്നല്ലേ? അവർ വിളിക്കുന്ന മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നല്ലേ? അവർ മുസ്ലിങ്ങളല്ലേ? അത്തരം സംഘങ്ങളുമായോ സംഘടനകളുമായോ ഇസ്ലാമിനോ ഖുർആനോ ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഉറക്കെ പറയണം. എന്ത് ബന്ധമാണ്? നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്നാ. അതാണ് ബൈബിളിന്റെ സന്ദേശം, അതാണ് ഖുർആനിന്റെ സന്ദേശം, അതാണ് വേദങ്ങളുടെ സന്ദേശം. മടങ്ങി വരാൻ കഴിയോ? എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. നിരപരാധിയായ ഒരു മനുഷ്യനും കൊല്ലപ്പെടുകയില്ല.
ഉത്തരേന്ത്യയിൽ ഇന്നലെ ഹോളി ആഘോഷത്തിൻ്റെ പേരിൽ 5 മനുഷ്യരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 5 മനുഷ്യർ, നിരപരാധികളായ ആളുകൾ, ഒരാഘോഷത്തിൻ്റെ പേരിൽ. പള്ളികൾ, 40ഓളം പള്ളികൾ ഉത്തർപ്രദേശിൽ ടാർപോളിൻ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ പേരിൽ ആരാധനാലയങ്ങൾക്ക് പോലും സ്വസ്ഥതയില്ല. ആരാധനാലയങ്ങൾക്ക് പോലും സ്വസ്ഥതയില്ല. എന്തേ പ്രശ്നം? ഹൈന്ദവതയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഹിന്ദു മതവിശ്വാസിക്ക് ചർച്ചിന് നേരെയോ മുസ്ലിം പള്ളിക്ക് നേരെയോ കല്ലെറിയാനോ തിരിഞ്ഞു നിന്നൊന്ന് ഉറക്കെ സംസാരിക്കാനോ കഴിയോ? ആരാധനാ കേന്ദ്രങ്ങളെല്ലാം പവിത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അനുയായിക്ക് ക്ഷേത്രങ്ങളെ അനാദരിക്കുവാനോ ക്രിസ്ത്യൻ ദേവാലയങ്ങളെ മലീമസമാക്കാനോ കഴിയോ? കഴിയില്ല. ഇതിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. തറവാട്ടിലേക്കും മടങ്ങണം. തറവാട് എന്ന് പറഞ്ഞാൽ എന്താ? വേദഗ്രന്ഥമാണ്. ഈ നാട്ടിലെ ക്ഷേത്രാങ്കണത്തിൽ ഒരു അക്രമി കയറിയിട്ട് അവിടുത്തെ വിഗ്രഹം തകർക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ കൈ പിടിക്കുവാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുമ്പിലുണ്ടാകണം. അതാണ് ഇസ്ലാം. വിഗ്രഹാരാധനയോട്, കുരിശാരാധനയോട് 100% ഇസ്ലാം വിയോജിക്കുമ്പോഴും കുരിശ് തകർക്കാൻ വരുന്നവൻ്റെ കൈ പിടിക്കാൻ മുസ്ലിം ഉണ്ടാകണം. അതാ ഖുർആൻ നൽകുന്ന സന്ദേശം. അത്രത്തോളം ഉയരാൻ കഴിയും നമുക്ക്. എങ്കിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരമാകും. മനുഷ്യപ്പറ്റുള്ള മതമാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശുദ്ധ റമദാനിൽ ഭാര്യയുമൊത്ത് കിടപ്പറ പങ്കിട്ടു എന്ന കാരണം പറഞ്ഞ് ഗ്രാമീണനായ ഒരു അറബി പ്രവാചകന്റെ സന്നിധിയിൽ വന്നു. നോമ്പുകാരനായിരിക്കെ അത് പാടില്ല. ഭാര്യാ സംസർഗം നോമ്പുകാരന് അനുവദനീയമല്ല പകൽ സമയങ്ങളിൽ. എന്താണ് പ്രവാചകരെ പ്രായശ്ചിത്തം? പ്രവാചകൻ പറഞ്ഞു, ഒരടിമയെ മോചിപ്പിക്കണം. സാധുവായ മനുഷ്യന്റെ കയ്യിൽ അടിമുണ്ടോ? അതില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രവാചകരെ പരിഹാരം? 60 നോമ്പ് അനുഷ്ഠിക്കണം തുടർച്ചയായിട്ട്. 60 നോമ്പ്. മെലിഞ്ഞൊട്ടിയ ശരീരവുമായ വന്ന മനുഷ്യൻ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നബിയെ, എന്നെ കൊണ്ട് കഴിയില്ല 60 നോമ്പ് തുടർച്ചയായി നോൽക്കാൻ. പിന്നെ എന്താ പരിഹാരം? 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഗ്രാമത്തിൽ എന്നേക്കാൾ ദരിദ്രനായ മറ്റൊരു മനുഷ്യനുമില്ല. ഞാനെങ്ങനെ കൊടുക്കുക? ആ കൂടിയ സഭയിൽ നിന്ന് ആരോ 60 പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം സാധുവായ ആ മനുഷ്യർ നൽകിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഗ്രാമത്തിൽ പോയി 60 സാധുക്കൾക്ക് ഈ ഭക്ഷണം നിങ്ങൾ വിതരണം ചെയ്യുക. അപ്പോൾ അയാൾ പറഞ്ഞു, പ്രവാചകരെ, എന്നേക്കാൾ സാധുവായ ഒരു മനുഷ്യൻ എൻ്റെ ഗ്രാമത്തിൽ വേറെയില്ല. അത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. പ്രവാചകൻ തൻ്റെ അണപ്പല്ല് കാണുവോളം ചിരിച്ചു എന്നാണ് ചരിത്രത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ചിരിച്ച സന്ദർഭങ്ങൾ അപൂർവമാണ് എന്നാണ് ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിലാ 60 അഗതികൾക്കുള്ള ഭക്ഷണം നിനക്കും കുടുംബത്തിനുമാണ്. വൈകുന്നേരം ഭർത്താവ് മടങ്ങി വരുന്നത് കാത്തിരിക്കാണ് ഭാര്യ. പ്രവാചകന്റെ പക്കൽ നിന്നുള്ള ശിക്ഷ ഏറ്റുവാങ്ങി, ഒരുപക്ഷെ ചാട്ടവാറടി ഏറ്റുവാങ്ങി തൻ്റെ ഭർത്താവിനെ തലോടാൻ കാത്തു നിൽക്കുന്ന ആ ഭാര്യ കാണുന്നത് തലയിൽ 60 ദിവസത്തേക്കുള്ള ഭക്ഷണവുമായി വരുന്ന തൻ്റെ പ്രിയതമനെയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ മദീനയുടെ ഏതോ ഒരു തെരുവിൽ മറഞ്ഞു പോകോളം പ്രവാചകൻ നോക്കിയിരുന്നുവെന്നാണ്. ഇതാണ് മതം. ഈ മതത്തെ വളരെ കുടുസായി വെറും അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം കൊണ്ടുവന്ന് മനുഷ്യന് പേറാൻ കഴിയാത്ത മാറാപ്പാക്കി മാറ്റിയ പൗരോഹിത്യത്തെയാണ് നമ്മൾ രണ്ടാമതായി തളക്കേണ്ടത്. മതം മനുഷ്യപ്പറ്റുള്ളതാണ്. ഈ മനുഷ്യപ്പറ്റുള്ള മതത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ദുർഗ്രാഹ്യമാക്കി മാറ്റിയത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരികളും വിദ്യാർത്ഥികളുമൊക്കെ ഇതിൽ നിന്ന് അകന്നു പോകുന്നത്. അങ്ങനെ ഒരു വശം കൂടി നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ വരാനും നിങ്ങളുമായി ഏതാനും കാര്യങ്ങളും പങ്കുവെക്കാനും സാധിച്ചുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഒത്തുചേരൽ
റഹ്മാനായ നാഥൻ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. രോഗികളായി കഴിഞ്ഞുകൂടുന്ന എല്ലാവർക്കും അവൻ ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ സജ്ജനങ്ങളെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.